ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം. യെസ്, ഇത് കേളുച്ചാരുടെ കഥയാണ്. കേളുച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം. കാഴ്ചയിലും സമാനതയുണ്ട്. കേളുച്ചാർ അതീവ ധനികനാണ്. കളത്രപുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴിത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിയുടെ കുത്തിയിളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ. പുള്ളി അറിയാം 72 വർഷത്തെ ഭൂമിയിലെ ജീവിതം. ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ 15 വയസ്സ് മുതൽ കണക്കൂട്ടിയാൽ മതി. 72 - 15 57. 57 വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി, വഞ്ചന, ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിയുകയാണ്. 15-ാം വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം, അത് കണ്ടുപിടിച്ച് തല്ലാനോങ്ങി അച്ഛന്റെ കൈകയറി പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത്, പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത്, ഒരിക്കൽ രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത്, സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാര ഇറക്കി കൊന്നത്, ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ 13 വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ തുറുങ്കിലടപ്പിച്ചത്, 4 ആളെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത്, ആ മകനെ തല്ലി ഓടിച്ചത്, മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ, അങ്ങനെ ഒരു പുരുഷായുസിൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ. സർവസാക്ഷിയായ സൂര്യൻ കേളുച്ചാരോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി. എന്താടോ കേളു നീ ഇങ്ങനെ? ഒരു തെറ്റിനെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത്, ഒരു സത്യമെങ്കിലും പറഞ്ഞ്, ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത്, ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ല നിനക്ക്? കേളുച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു. ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല. 6 അടിയിൽ കൂടുതൽ മണ്ണും വേണ്ടി വരും അദ്ദേഹത്തിന്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളുച്ചാർ പറഞ്ഞു, ഒരവസരം തരിക, ഒരവസരം, സത്യം പറയാൻ, പ്രായശ്ചിത്തം നടത്താൻ, പാപപരിഹാരം. ഉടനെ ദൈവം കേളുച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളുച്ചാർ വാഴ്ത്തപ്പെട്ടവനായി എന്നോ കഥയിലില്ല. പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ രാത്രി കേളുച്ചാർ സുഖമായിട്ടുറങ്ങി. 57 വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ മാന്യനായ പ്രതി, എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു, സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ? അതെ. That's all, Your Honor. മാലു മോളെ, സത്യമൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പൊ ഞാൻ ആരായി? 2ാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത്? പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങണതിന്റെ മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ. ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു പോവാനാ. പോകണ്ടോ അപ്പുറത്ത്? സ്വസ്ഥത വേണം എനിക്ക്. ഹലോ, ഓ, എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ? 2ാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലെന്നറിയാം. എനിക്ക് നിങ്ങളുടെ 4 മണ്ണും വേണ്ട, 4 മുക്കാലും വേണ്ട. പക്ഷേ എന്റെ കുട്ടികളെ തെരുവിലാക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മരുന്നൊഴിക്കട്ടെ? അമ്മ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ആരും പെരുവിളിയിലൊന്നും ആവില്ല. എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിയും വരില്ല. ഇനിയിപ്പോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമേ ഉള്ളൂ. അതെന്താ എന്റെ കുട്ടിയെ? ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ മോളെ?
ഏയ് ഏ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാച്ചാ. ആ. അച്ഛൻ കണ്ണടച്ച് കിടന്നോളൂ, ഞാനിപ്പോ വരാട്ടോ. ഓ. ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ, ഇത് ഞാനാ. ആ, മാലു പോയോ? ആ, പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിൽ എല്ലാം എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ? ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ വഷളാവാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട, അവിവേകം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി. എന്താ? 4 ആളെ വിളിച്ചുകൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ? നീ പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. പച്ചെടുക്കേ അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക, കേട്ടോ. കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായരെന്ന ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിലിരിക്കുക മോള്. കൊലക്കയറിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു. ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ്. തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ? ഗർഭമുണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന്. എന്താടാ, വിളിക്കണോ? കരയണ്ട, പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ. സ്വന്തം കുട്ടികളെ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ? ആ ആ പോട്ടെ, സാരമില്ല. സാരമില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ? പറയില്ല ഞാൻ. അറിഞ്ഞാൽ, നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല. അറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പോകൂ. അതുകൊണ്ട് അമ്മേ, അച്ഛൻ പോയി. അമ്മേ, അമ്മേ, ജഗത, എവിടെ പോയി കിടക്കുന്നു? ഗിരി,
ചതിച്ചു. കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ, നീ നല്ല ചിത ചമച്ചീരണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ മരിക്കുമ്പോ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓ സർ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തോ പറയാനാഞ്ഞപ്പോഴൊന്നും നെഞ്ചിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ. ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്ന് തന്നെ തോന്നുക. കൊന്നതാ കുട്ടികൃഷ്ണ, ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു. ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി എന്നറിഞ്ഞപ്പോ ഒരുതരം ശൂന്യത. തനിക്കിത് എന്ത് പറ്റിയിടോ? ജന്മം തന്നയാളിന്റെ വിയോഗത്തിൽ ആലി എന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ആദ്യം പേടിയായിരുന്നു അയാളെ, പിന്നെ അത് വെറുപ്പായി മാറി. കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോറ്റത് നമ്മളാണോ എന്ന് തോന്നി. അത് തൻ്റെ മനസ്സിന്റെ നന്മ. മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 72 വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം, അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ. ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ? എന്റെ കവി, ഒരു പേമാരിക്ക് ആകാശമൊരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ? വരിക, ഈ സുരപാന സംഘത്തിൽ അണിചേരുക. ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിന്റെ നേരമാണ്. ആ, സാവിത്രി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. പോയി കണ്ടു. താനേ കാളിയാർമഠം വരെ ഒന്ന് പോണം. എന്തിന് പോണം? താൻ മാത്രം മതി. അറിയാം, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവൻ എവിടെ? എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം? വിളിക്കണോ അവനെ, വിളിക്കണോ അവനെ? എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത്? എന്നെയല്ലേ നിനക്ക് കാണേണ്ടത്? എന്താടാ നിനക്ക് എന്താടാ വേണ്ടത്? ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പടി ചവിട്ടിയത്? ഇറങ്ങണ ഇറങ്ങണ നായെ പുറത്ത്. കുമാര, പുറത്തിറങ്ങിക്കോളൂ. ഇറങ്ങിട്ട വാനടിച്ചോളൂ. ആ ഇറങ്ങിക്കോളൂ. പുറത്തുണ്ടാവും. അവിടെ ആരാ ഉള്ളത്? പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാനടിച്ചോളൂ. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ മാത്രം ഒരു കാര്യം. കുടുംബക്കാരൻ? ആരാ കുടുംബക്കാരൻ? നീയോ? നീ പ്രതികാരം നടത്തിയതിന്റെ സുഖത്തിലല്ലടാ. നീ കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത്. പൊട്ടി നാടൻകളി നിർത്താറായില്ലടാ. നീ ഇവിടെ കണ്ടോ ഈ കുഞ്ഞനിയത്തിയെ? ഏട്ടാന്ന് പറഞ്ഞ് നിന്റെ പിറകെ തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷ്യം നിൽക്കേണ്ടി വന്നതിന് പകപ്പ് മാറാൻ നിൽക്കുന്ന ഇവളെ കണ്ടോ നീ? ഇന്ദ്രാണി അമ്മയുടെ ജാരസന്തതിയെ പ്രഥമപുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടിനും കുട പിടിച്ചു തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നുവെന്നറിഞ്ഞ ഈ പിള്ളേര് പേടി കൊണ്ട് വിളിപ്പിച്ചത് തന്നെ. നീ എന്ന വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കൂരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്. നാരായണ, ഗിരി എന്ത് ചെയ്തു? കുഞ്ഞമ്പൂ നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണിയമ്മേ. പാമ്പിനെ വളർത്തിയത് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി.
എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പിറപ്പുകളും തമ്മിലടിപ്പിക്കാനാ? ആര് എന്ത് കണ്ടുന്ന്? എടാ, ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല. ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച്. നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും. ഇറങ്ങി പോണം ഈ രാത്രിയില്. ഇനി ഇവിടെ പുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പേടിയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടാന്ന് കരുതിയാണ്. ആയുധം എടുക്കരുതെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട ആൻസറിന്റെ കേട് കാട്ടേണ്ടി വരും ഞങ്ങൾക്ക്. അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ. പോവാ ഞാൻ, തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ. ഇനി തമ്മിൽ കാണില്ല. വേശ്യാസ്ത്രീയെ, നിന്നോടാ പറയുന്നത്. കാണണ്ട എനിക്ക് നിന്നെ, മഹാപാവി. മനസ്സ് നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴുകിക്കളഞ്ഞു. ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും. ഇറങ്ങിപ്പോയവന് പകരമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും മോനെ എന്ന് വിളിക്കാം. വിളിച്ചാൽ വിളി കേൾക്കും, ഓടി വരികയും ചെയ്യും. 5 അങ്ങനെ വിശ്വസിക്കാം. കരുതിയിരുന്നോ, അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല. പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും, കല്ലിൽ വിഷം നിറച്ച്. കുമാര, ഓ പറ മുതലാളി, എന്തിന് കുമാരനുണ്ട് കൂടെ? നീ പെരുമാൾപുരം വരെ ഒന്ന് പോണം. അതെങ്ങനെ മുതലാളി? എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ? പോണമെന്ന് പറഞ്ഞാൽ പോകാം, അതായിരിക്കണം മറുപടി. മനസ്സിലായോ? മുതലാളി പോവാം. ചിറ്റൂര് ഭാഗത്ത് ഏത് വേലയും പൂരവും നടക്കണത്തും ഞാൻ പോയി കാത്തു നിൽക്കും. നീയും മോളും വന്നാൽ ഒരു നോട്ടം കാണാമല്ലോ എന്ന് കരുതി. വേലയും പൂരം കാണാൻ പറ്റിയ നിലയും സ്ഥിതിയുമാണോ എനിക്കും എന്റെ കുട്ടിക്കും? എന്റെ കാര്യം പോട്ടെ, വിധിയെന്ന് കരുതി ഞാൻ സഹിക്കുന്നു. ഈ കുട്ടി എന്തു പഴച്ചു? മോളെ, അച്ഛനെ സ്വപ്നം കണ്ടുവെന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് കരച്ചില്ല. എന്ത് ചെയ്യാനാ ദേവകി, എൻ്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി. നേരെ ആവാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും. ഇപ്പോൾ ഒരു പണിയുണ്ട്, അതിന് ചേർന്ന വരുമാനവും. അയ്യോ, അച്ഛൻ്റെ വാവ അങ്ങനെയൊന്നും പറയരുത്. അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല. അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുത. അത് അവരുടെ കാര്യം, നമുക്കതിലെന്താ? ഇതാ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം ഇത് വച്ചോ. ഞാൻ ഇറങ്ങാ. ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിന്റെ ഗോപുരം കിടക്കണം. 2 പിടി ചോറ് തന്നിട്ട് പൊയ്ക്കോളൂ. നേരം വെളുക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം. എന്നിട്ട് നീ രാവിലെ ദേവർ മഠത്തിൽ പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. 5 മാസ ശിക്ഷയിൽ ഒരിളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും. നല്ല കാര്യം. എന്റെ ഭഗവതി, നല്ല ബുദ്ധി തോന്നിച്ചു തുടങ്ങി നീ. എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി. എന്താ കുമാരത്തിൽ അങ്ങോട്ട് മാറി നിൽക്കേ. ദേവകി ഇന്ന് വൈകിയല്ലേ? എന്താ? ഒന്നുമില്ല. ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം. ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്.
ശരി. എന്താ അപ്പസ്വാമി? ഇല്ല, ആരോ ഒരാൾ ഇതിലെ പോയ പോലെ തോന്നി. ഇവിടെ ഇപ്പൊ ആര് വരാനാ? സ്വാമിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കാം. ശരി, വാ. ഈശ്വരാ. പല്ല് കാണിച്ചോളൂ. എന്തിനാ? വെളുത്തോ നോക്കണ്ടേ? എന്റെ പല്ല് പരിശോധിക്കാൻ നിങ്ങൾ ആരാ? പല്ല് ഡോക്ടറോ? കാപ്പിയും പലഹാരവും വേണ്ട, ഞാൻ കാപ്പിയുടെ നിർത്തി. കുട്ടി കുറുമ്പി, ഞാൻ ദേ വരുന്നു. അമ്മേ, എനിക്ക് ദോശതാ. അപ്പസ്വാമി വരട്ടെ മോളെ. അപ്പസ്വാമി കള്ളനാ. അമ്മ ദോശതാ. ഇന്ന് എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ട് ഉണ്ണിത്തമ്പുരാനെ പൊട്ടിക്കണം. വിളമ്പണ ജോലി അപ്പസ്വാമിയുടെ താട കുട്ടാ. അമ്മ ദോശ ഇരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നലെ അച്ഛൻ വന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അയ്യോ, പതുക്കെ. ആരെങ്കിലും കെട്ടലുണ്ടല്ലോ. അപ്പം മര്യാദക്ക് ദോശതാ. അച്ഛന്റെ മൂട് തന്നെയാ നീ. പേടിപ്പിച്ച് കാര്യം നടത്തും. ചട്നി. ഉണ്ണിത്തമ്പുരാനെ, ആ ഉണ്ണിത്തമ്പുരാനെ തോപ്പിച്ച് ഞാൻ ഫസ്റ്റ് അടിച്ചല്ലോ. എടി ഭയങ്കരി, നീ അപ്പാസ്വാമിയുടെ കണ്ണ് വെട്ടിച്ചു അല്ലേ? ഞാൻ അമ്മേനെ പറഞ്ഞു. എനിക്ക് പതുക്കെ കഴിക്കുക. ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെ. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇന്ന്. ഇവൾക്ക് കുറച്ച് വെള്ളം കൊണ്ടെടുത്തേ. അപ്പാസ്വാമി, ആരുമില്ല ഇവിടെ. എവിടെ പോയി കിടക്കണവരൊക്കെ? ഉണ്ണിത്തമ്പുരാനെ, എന്താ മോളെ? എന്താ 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 എന്റെ മോൾക്ക്? എന്താ പറ്റിയത്? വണ്ടി എടുക്ക. മോളെ, മോളെ, അമ്മേ. വണ്ടി ഇറക്ക്. നാരായണ പോയി. എന്താ നിങ്ങൾ ഈ പറയണേ? എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. എന്നെ ഒന്ന് കാണിക്ക്. അത് കഴിഞ്ഞ് എന്നെ തല്ലിക്കൊത്തോ. ഇല്ല പന്നി, നിന്നെ നീ മണ്ണി കണ്ടുപോകരുത്. ഗിരി മുതലാളി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണനെ കൊല്ല. എന്നിട്ട് നിന്നെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു കോപ്പം പറയണ്ടടാ നായെ. ഓടിക്കോ. ആ മോക്ക് വേണ്ടി നാട് മുഴുവൻ കരയണം. എഴുതിക്കണം, ഓടണം. കുട്ടികളുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച് അവളെ തോപ്പിക്കുന്നു ഞാൻ കരുതിയില്ല. ദൈവഹിതം. കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല. വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം. എങ്കിലും പറയാതെ വയ്യ നാരായണൻ. നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈരത്തിന്റെ പുലപ്പോരിന്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി.
അതെ, നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനെ. സമാധാനത്തിന്റെ, നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതുകളിൽപ്പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? കുട്ടികൃഷ്ണ, ഇത് ചന്തപ്പറമ്പല്ല നിനക്ക് കണ്ടക്ഷോഭം ചെയ്യാൻ. ഒരു ഗ്രാമം മുഴുവൻ വിങ്ങിപ്പൊട്ടി കരയുമ്പോഴാ അയാള് പറയട്ടെ വെള്ളോടി. ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട്. ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ. അവരെ ഇനിയും വഞ്ചിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം. പക്ഷെ ഉപയോഗിക്കരുത്, ആയുധമാക്കരുത് ഈ പാവങ്ങളെ. യാത്ര പറയുകയാണ്. എങ്ങോട്ട് പോകുന്നു? ലക്ഷ്യമല്ല പ്രധാനം. പോകുന്നു പെരുമാൾപുരത്തിന് പുറത്തേക്ക്. എന്തിന്? എന്തുണ്ടായി അതിനു വേണ്ടി? നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം. എന്നിട്ട് കുട്ടിക്കൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൊരുൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളി പറയുമോന്നറിയാൻ അവന്റെ ശ്രമമല്ലായിരുന്നു അത്? അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരുകയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ. ശിക്ഷ വിധിക്കാൻ പറയൂ. പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. എന്താ നിങ്ങൾ ഈ പറയുന്നത് നാരായണ? നിങ്ങളെ പെരുമാൾപുരം വിചാരണ ചെയ്യാനോ? വേണം, അറിയണം അവരോരോരുത്തരുടെയും മനസ്സ്. അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത്. എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ മടി കാണിച്ചു എന്ന് വരാം. ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അതിന്റെ അർത്ഥം നാരായണന് പഴിച്ചു എന്ന്. അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. വഴി തടയരുത്. പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക. പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ, അനുസരണയുള്ള പ്രജയെപ്പോലെ. വരണം രാജ്യഭ്രഷ്ടനായ ചക്രവർത്തി. സാമ്രാജ്യം നഷ്ടപ്പെട്ട് ഈ പെരുവഴിയിലേക്ക് നീ വരുന്ന നാളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി ഞാൻ. ജനമെന്ന മാട്ടുക്കൂട്ടത്തിന്, പൊരുളിനെ, പദാർത്ഥത്തിനെ വിറ്റും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കൈവിട്ടും പിടിച്ചു നിർത്തിയും രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന എന്റെ വർഗത്തിലെ ഏതൊരുവന്റെയും ശത്രു നീയാണ്. നടപ്പ് വ്യവസ്ഥകളിൽ നിന്ന് വേറിട്ട് പെരുമാൾപുരങ്ങൾ നാട്ടിൽ വർദ്ധിച്ചാൽ പണി വേറെ അന്വേഷിക്കേണ്ടി വരും ഞങ്ങൾക്ക്. അതുകൊണ്ട് നാരായണ, എന്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഭീഷണിയാവുന്നതിനെ തല്ലി തകർത്തേ പറ്റൂ എനിക്ക്. നിന്റെ ശബ്ദം വേദവാക്യമായി നെഞ്ചിലേറ്റി ആട്ടിൻപറ്റം ആ പെൺകുട്ടിയുടെ പിണത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതാണ് പെരുമാൾപുരത്തു നിന്നും ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ വഴി അവർ തടയാതിരുന്നത്. നീ ഒടുങ്ങണം. നിന്റെ തമ്പുരാൻ പരമ്പരയിൽ മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി നിന്റെ പൂർവികർ നടത്തിയ കളികളിൽ, അംഗങ്ങളിൽ അറിയാതെ ചട്ടുകുമായി പോയ വേലപ്പൻ പൂശാരിമാരുടെ അനന്തര തലമുറയുടെ സ്വപ്നമാണത്. അച്ഛന്റെ താങ്ങും തണലുമില്ലാതെ വളർന്നവനാ കുട്ടിക്കൃഷ്ണൻ. ആ വളർച്ചയുടെ ഓരോ പടവിലും എന്നെ മുന്നോട്ട് നയിച്ച ശക്തി ഒരു നാൾ കാളിയാർ മഠത്തിലെയും ദേവർ മഠത്തിലെയും പിൻതലമുറ തമ്മിൽ ആയുധമെടുത്ത് ചോര വീഴ്ത്തി ചാവുന്നത് കാണും ഞാൻ എന്ന് വിശ്വാസമായിരുന്നു. ഇതാ അതിന്റെ വേദിയാണ് ഈ മണ്ണ്. കാത്തിരിപ്പുണ്ട് കാളിയാർ മഠം ഗിരിയും കൂട്ടരും നിന്നെ.
ഒന്നുകിൽ അവന്റെ കൈകൊണ്ട് നീ അല്ലെങ്കിൽ അവനെ കൊന്ന് നീ ജയിലിലേക്ക്. എങ്കിൽ തിരിച്ചിറങ്ങി വരും കാലം പെരുമാൾപുരം എന്ന നിന്റെ ആ കനാൻ ദേശത്ത് എന്റെ പാർട്ടിയും ഞാനും തട്ടകം പണിഞ്ഞിരിക്കും. ചെല്ല്, മരണക്കെണിയിലേക്കോ കൊലക്കത്തി എടുക്കാനോ എനിക്കൊന്ന് കാണണം ഈ ഒടുക്കത്ത അംഗം. എടാ പരമ കൊലയാടി മോനെ കുട്ടിക്കൃഷ്ണ, വർഷം 5 കഴിയുമ്പോ നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ വരാന്തകളിൽ വരി നിന്ന് ചൂണ്ടുവിരലിൽ കറുത്ത പുള്ളി കുത്തി നിന്റെയൊക്കെ പേരിനും ചിഹ്നത്തിനും നേർക്ക് പ്രാർത്ഥനയോടെ സീല് കുത്തി തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും നിന്റെ വർഗത്തെ കയറ്റി വിടുമ്പോ നീ പറഞ്ഞ മാട്ടുകൂട്ടം ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നത്തിനാണടാ നീയൊക്കെ കറൻസി നോട്ടിനും വിസ്കി കുപ്പിക്കും അന്തിക്കൂട്ടിന് കിട്ടുന്ന ചായം തേച്ച മാംസത്തിനും വിൽക്കുന്നത്. വോട്ട് തേണ്ടി ഉഷ്ണിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ഉളുപ്പും മാനവും ഇല്ലാതെ ഛർദിച്ചതെല്ലാം വിഴുങ്ങാനും ഉലഭ്യം പറഞ്ഞു നടന്നവനെ പങ്കാളിയാക്കാനും അതിനെ നാണക്കേടില്ലാതെ ന്യായം പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന നീ അടങ്ങുന്ന തന്തയില്ലപ്പട ഭയക്കുന്നുണ്ടല്ലേ പെരുമാൾപുരത്തിനെ? ഭയക്കണവിടാ, ഭയക്കണം. വെള്ളക്കാരൻ വെച്ചൊഴിഞ്ഞു പോയി ഇരിപ്പിടങ്ങളിൽ മാറി മാറി കയറിയിരുന്ന് ദരിദ്ര കോടികളുടെ അണ്ണാക്കിലേക്ക് കഴുകാതെ തള്ളിക്കയറ്റുന്ന ജനാധിപത്യം എന്ന പേരുള്ള ഭരണത്തിന്റെ ചെങ്കോലുണ്ടല്ലോ, അത് വെട്ടിയെറിഞ്ഞ് പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന ദിവസം വിദൂരമല്ല കുട്ടിക്കൃഷ്ണ. പെറ്റ തള്ള ചത്താൽ ആ ശവം കെട്ടിവലിച്ച് നാട് നീളെ വോട്ട് തണ്ടാൻ മടിക്കാത്ത നീ എന്താ കരുതിയേ? ആ പാവം കുഞ്ഞിന്റെ മൃതശരീരത്തിന് മുന്നിൽ നീ നടത്തിയ പ്രസംഗം കേട്ട് എന്റെ ജനത വീണുപോയെന്നോ? നാരായണൻ ആരും കൈവിട്ടിട്ടില്ലടാ. പുറകിൽ വിട്ടിട്ട് പോന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത്. പെരുമാൾപുരത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ്. നീ പകയുടെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞല്ലോ. വേലപ്പൻ പൂശാരി എന്ന നിന്റെ തന്ത അരക്കുപ്പി കള്ളിനും 500 നോട്ടിനും വേണ്ടി എന്നെ ഒറ്റുകൊടുത്തവനാണ്, കള്ളസാക്ഷി പറഞ്ഞവനാണ്. തെറ്റുകൾ ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും വന്ന വൃദ്ധനെ ഒരു നോട്ടം കൊണ്ടുപോലും നാരായണൻ വേദനിപ്പിച്ചിട്ടില്ല. ആയ കാലത്ത് മൂപ്പിൽ കുഞ്ഞമൂന്നാരുടെ ചൂലായും ചൂട്ടുകെട്ടയായും നടന്ന നിന്റെ അച്ഛനെ ഓർത്ത് സഹതപിക്കുന്നതിന് പകരം എന്നെ ശത്രുവായി പ്രഖ്യാപിച്ച് നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത്. നാരായണന്റെ അന്ത്യം നീ കരുതുന്നത് പോലെ സംഭവിച്ചാൽ, ഒരു കൊലക്കത്തിയിൽ ഒടുങ്ങിയാലും കൊലയാളിയായി തുറുങ്കിലടക്കപ്പെട്ടാലും പെരുമാൾപുരം അനാഥമാവില്ലടാ. നിന്റെ പാർട്ടിയും വ്യഭിചാരപ്പണം കൊണ്ട് തുന്നി അതിന്റെ കൊടിയും ആ മണ്ണിൽ ഉറക്കില്ല, ഉറച്ചു നിൽക്കില്ല. അത് അനുവദിക്കില്ല ആ നാടിന്റെ മക്കൾ. കാരണം നാളിതുവരെ അവരെ നയിച്ചത് നിന്നെപ്പോലെ ഒരു രാഷ്ട്രീയ എംബോക്കിയല്ല. പകരം സഹനത്തിന്റെ, നന്മയുടെ, ധർമ്മത്തിന്റെ ഭാഷയും ജീവിതവും അവരെ പഠിപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് അവനെ അവർ പ്രജാപതി എന്ന് വിളിക്കുന്നത്. വഴിമാറ്, എനിക്ക് അവനെയാണ് കാണേണ്ടത്. എന്റെ നാടിന്റെ വിളക്കായിരുന്ന പാവം കുട്ടിയുടെ അന്നത്തിൽ പാഷാണം കലക്കിച്ച പരമനാറിയെ. മാറി നിൽക്കണ MLA.
പ്രഥമ ജന്മത്തിനെയും മണ്ണിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. ഗർഭാവസ്ഥയിൽ നിന്റെ ജാതകം പ്രവചിക്കാൻ ആകാശത്ത് മഹത്വാക്യങ്ങളൊന്നും മുഴങ്ങിയില്ല. അതിന്റെ ശിക്ഷ അനുഭവിച്ചു പലരും അനവധി തവണ. ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് നിന്നെ. തകർന്ന അസ്ഥിബന്ധങ്ങൾ മുളവെച്ച് കെട്ടി ശേഷം ജീവിതം പിഴയ്ക്കാൻ വെറുതെ വിടുകയാണ് നിന്നെ ഞാൻ. ആ അവകാശം ഞങ്ങൾക്ക് വിട്ടുതരണം. നാരായണ, ഏത് മനുഷ്യജന്മത്തിനും കാണും ഒരു ലക്ഷ്യം, ഒരു കാരണം. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കോ ഈ ലോകത്തിനോ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു സൽക്കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്ക്. ഞാൻ കൊല്ല ഇവനെ, ഈ വൃത്തികെട്ട ജന്തുവിനെ. ഇല്ല, ഈ മിളേച്ചനെ കൊന്ന് നിങ്ങളുടെ കൈകൾ അശുദ്ധമാക്കണം. കുമാരാ, അതവന്റെ വിധിയാണ്. അവൻ ഇന്നാൾ വരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ആയുധം അതാണ് കുമാരൻ. ആ ആയുധം അവസാനം ഗിരിയെ തിരിഞ്ഞു കുത്തി. എല്ലാ പാപങ്ങളും കഴുകിക്കളയട്ടെ ആകാശങ്ങളുടെ അധിപന്റെ ദയാവായ്പായ ഈ മഴ.